ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് നൈസ് പത്തിരി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും. ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ പൊടി എത്ര എടുക്കണോ, ഒരു ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. ചില പൊടികൾക്ക് കുറവ് മതിയായിരിക്കും കേട്ടോ. നമ്മുടെ പൊടിയുടെ ഇതനുസരിച്ചാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത പൊടിയാണ്, മില്ലിൽ കൊണ്ടുപോയിട്ട് വറുത്തെടുത്ത പൊടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 1.25 ഗ്ലാസ് വെള്ളം വേണം ഒരു ഗ്ലാസ് പൊടിക്ക്. പിന്നെ ഈ പൊടി ചുമന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെല്ലുകുത്തി അരിയുടെ പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ചുമന്നിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ പൊടി ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് തള എല്ലാ ഭാഗത്തുനിന്നും വരുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. പൊടി വാട്ടുന്നത് കറക്റ്റായാൽ മാത്രമാണ് നമ്മുടെ പത്തിരി നല്ലതുപോലെ നല്ല കുമിള വന്നിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണ പോലെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ആ പ്ലാസ്റ്റിക് കവറിലേക്ക് നമ്മൾ വാട്ടിയ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അകത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ പുറത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പുറത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ പൊള്ളത്തുമില്ല, നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇതുപോലെയാണ് കുഴച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും കേട്ടോ. ഞാൻ എപ്പോഴും കുഴച്ചെടുക്കുന്നത് ഗ്രൈൻഡറിലാണ്, പക്ഷേ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ കുഴച്ച് കാണിക്കുന്നത്. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പത്തിരി നല്ലതുപോലെ കുഴഞ്ഞു വരണം, തരികളൊക്കെ പോയി നല്ല പോലെ കുഴഞ്ഞു വരണം കേട്ടോ. കുറച്ച് അധിക സമയം തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴയ്ക്കൽ നിർത്താം കേട്ടോ. ഞാനിങ്ങനെ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴ മതിയായി എന്നാണ് കേട്ടോ അർത്ഥം. ഇനി നമ്മൾ ഇതിൽ മുകളിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക. അതിന് ശേഷം എണ്ണ തേച്ചിട്ട് ഒന്നുകൂടി കുഴച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഓരോ കുറച്ച് പാട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് ബോൾസാക്കി എടുക്കുന്നത്. എല്ലാം തന്നെ നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം. നമ്മുടെ പത്തിരിയുടെ മാവ് കുഴയ്ക്കുന്നതിലാണ് കേട്ടോ നമ്മുടെ പത്തിരി കറക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ പൊടി വാട്ടുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിയൊന്നും പറക്കാതെ നമ്മുടെ പത്തിരി പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതല്ലാതെ നമ്മൾ വേറൊരു ഷോളിൻ്റെ മുകളിൽ ഇട്ടിട്ടും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പത്തിരി പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിപ്പയിൽ പയ്യെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഉണ്ടാവും. ആ പൊടി മാത്രം മതി കേട്ടോ നമുക്ക് പൊടി തട്ടിയെടുക്കാനായിട്ട്. ഒരുപാട് പൊടി നമ്മുടെ ചുറ്റുപാടും ആവാതെ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ പൊടി തട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് തുണിയിൽ എങ്ങനെയാണ് പൊടി തട്ടിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ നമ്മൾ പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷോള്, നല്ല നൈസായിട്ടുള്ള ഒരു ഷോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ പൊടി തട്ടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മൾ തുണിയിൽ എങ്ങനെയാണ് പൊടി തട്ടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഷിഫോണിൻ്റെയൊക്കെ നൈസായിട്ടുള്ള ഷോളില്ലേ, അത് ഈ പാത്രത്തിൻ്റെ മുകളിൽ പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഷോളിൻ്റെ മുകളിലായിട്ട് പൊടി കുറേശ്ശെയായിട്ട് വരും. അതിനകത്ത് ഡിപ്പ് ചെയ്തെടുത്താലും നമുക്ക് പൊടി പുറത്തൊന്നും ആവാതെ നല്ല ഈസി ആയിട്ട് തന്നെ തട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ എല്ലാം തന്നെ നമ്മൾ പൊടി തട്ടിയെടുത്തതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് ചിലരൊക്കെ പത്തിരി ഇങ്ങനെ പരത്തിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചപ്പാത്തിയുടെ പരത്തുന്ന ആ സംഭവം കൊണ്ട് വീണ്ടും പരത്തിയെടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, നോമ്പിലൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നൈസായിട്ട് നമുക്ക് പത്തിരി കിട്ടും. ഇപ്പോൾ നമ്മുടെ പത്തിരി പ്രസ്സിൽ നല്ലതുപോലെ നൈസായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പരത്തിയെടുക്കുന്നില്ല. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പത്തിരി പൊടി തട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ.
ഞാനെല്ലാം തന്നെ ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് പത്തിരി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ചുടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 5 എണ്ണം ചുടുന്ന തവയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആദ്യം ഇട്ട സെൻറ്ററിലാണ് ഇടുന്നത്. അതെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമതിട്ട പത്തിരി സെൻറ്ററിലേക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് സെൻറ്ററിലേക്ക് മാറ്റിയിടുമ്പോൾ മറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പത്തിരി ഇങ്ങനെ പൊളച്ച് വരും കേട്ടോ. ഇങ്ങനെ പൊളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പത്തിരി ചുട്ടെടുക്കുന്നത്. എൻ്റെ പത്തിരിക്ക് കളറ് കുറവ് എൻ്റെ പത്തിരിപ്പൊടി നമ്മൾ നെല്ലുകുത്തി അരിയുടെ പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നമ്മൾ പത്തിരി റെഡിയാക്കുമ്പോൾ പൊടി തട്ടാതെയും പത്തിരി റെഡിയാക്കാം കേട്ടോ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പത്തിരി തവയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പൊടി തട്ടാണ്ടും നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഉണ്ട ഇട്ടതിന് ശേഷം നമ്മുടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ട് ചട്ടിയുടെ അടുത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടി തട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ മാത്രമാണ് അതുപോലെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഈ അടുപ്പിലൊക്കെ വയ്ക്കുന്ന ഇരുമ്പ് ചട്ടിയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പൊടി തട്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.